എംപിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വാഹനത്തിനുള്ളിൽ നിന്ന് എംപിമാർ ഇതാ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് അഖിലേഷ് യാദവ് എംപിയുടെയും ഒപ്പം തന്നെ ഡീൻ കുര്യാക്കോസ് എംപിയുടെയും ഭാഗത്തു നിന്നുണ്ടായത്. ഇത്രയും സമയം അവർ ഈ ബാരിക്കേഡിന് മറുവശം ചാടിക്കടന്ന് അവർ നിരത്ത് കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. പക്ഷേ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സുരക്ഷാ സേന നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. ഇപ്പോൾ ഇതാ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് എംപിമാരെ പോലീസ് വാഹനത്തിൽ കയറ്റി അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് എംപിമാർ തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. ഒപ്പം തന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഇന്ന് കൂടിക്കാഴ്ച ഉണ്ടായേക്കില്ല എന്ന് കൂടി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് എംപിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അല്പസമയം മുൻപ് നമ്മൾ സംസാരിച്ച ഡീൻ കുര്യാക്കോസ് അടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ മേഖലയിൽ ആകമാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിലായിരുന്നു അല്പസമയം മുൻപ് അഖിലേഷ് യാദവൊപ്പം ഡീൻ കുര്യാക്കോസ് എംപിയും നിരത്ത് കുത്തിയിരുന്നുകൊണ്ട് അവർ പ്രതിഷേധിച്ചത്. ബാരിക്കേഡ് മറികടന്നായിരുന്നു അവർ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയ എംപിമാർ ഇവിടെ നിന്ന് മടങ്ങണമെന്നായിരുന്നു ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ മടങ്ങാൻ തയ്യാറായില്ല. ഒപ്പം ഈ ബാരിക്കേഡ് ചാടിക്കടന്നവർ ഈ നിരത്ത് കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ ആ പ്രതിഷേധം അവസാനിപ്പിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നീക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ മറുവശത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. ജനാധിപത്യ വിരുദ്ധമാണ് ഇത്തരം നടപടികളെന്നാണ് എംപിമാരുടെ പ്രതികരണം. ഒപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ വിശദീകരണം അടക്കം നൽകിയതാണ്. ഈ തെളിവുകൾ അടിസ്ഥാനരഹിതമാണ്, മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു ഒറ്റ വരിയിലായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് കാണാൻ കഴിയുന്നത്. എംപിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് പിന്നാലെ എംപിമാർ ശക്തമായിട്ടുള്ള വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നത് ഉൾപ്പെടെയുള്ള മുദ്രാവാക്യം राहुल गांधी आगे बढ़ो, राहुल गांधी आगे बढ़ो. ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തകരുടെ പ്രതിഷേധമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ട് എന്നവർ മുദ്രാവാക്യം മുഴക്കുകയാണ്. മറുവശത്ത് ഇപ്പോഴും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും ബാരിക്കേഡ് ഉണ്ട്. മറുവശത്ത് സുരക്ഷാ സേന ഇപ്പോഴും തുടരുകയാണ്. പോലീസും CRPF അടക്കമുള്ളവർ ഇപ്പോഴും മറുവശത്ത് തുടരുകയാണ്. രാവിലെയൊക്കെ ഈ മേഖലയിൽ ഇരുവശത്തായി ക്രമീകരിച്ചുകൊണ്ട് വാഹനങ്ങൾക്കൊക്കെ പോകുന്നതിന് ചെറിയൊരു ക്രമീകരണമൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് പൂർണ്ണമായും ഈ ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ പൂർണ്ണമായും ഇവിടെ ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചിരിക്കുകയാണ്. ഈ ബാരിക്കേഡിന് മറുവശത്തായിരുന്നു എംപിമാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നത്. 300ഓളം എംപിമാർ പ്രതിഷേധവുമായി പ്ലക്കാർഡുകൾ ഉയർത്തി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ചില അഖിലേഷ് യാദവ് ഒപ്പം തന്നെ ഡീൻ കുര്യാക്കോസ് എന്നിവർ ഈ ബാരിക്കേഡ് മറികടന്നാണ് ഈ നിരത്ത് കുത്തിയിരുന്നവർ പ്രതിഷേധിച്ചത്. അവർക്ക് ചുറ്റും CRPF പോലീസും ഉൾപ്പെടെ പ്രത്യേകം ഒരു സുരക്ഷാ വലയം എന്ന രീതിയിൽ പ്രത്യേക ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇവിടെ നിന്ന് മാറണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് തയ്യാറാകാത്തതിനെ തുടർന്ന് ഇരുവരെയും പോലീസ് വാഹനത്തിലേക്ക് കയറ്റി ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എംപിമാരടക്കം ഈ ഘട്ടത്തിൽ പറയുന്നത്. ഇപ്പോഴും ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോഴും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാരിക്കേഡുകളുണ്ട്. അതിന്റെ മറുവശത്ത് ഇപ്പോഴും അങ്ങോട്ടേക്ക് കടക്കാൻ ഇപ്പോഴും സാധ്യമല്ല. ഒപ്പം തന്നെ ഈ എംപിമാരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയതിൽ പ്രതിഷേധിച്ച പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമടക്കം അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതാണ്. പക്ഷേ വരും ദിവസങ്ങളിലും രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഇത് സംബന്ധിച്ച പ്രത്യേക യോഗം ചേർന്ന് തുടർ നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഹാഷ്മി, വിനിത വിജയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധിച്ച എംപിമാരെ അറസ്റ്റ് ചെയ്തു നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അറസ്റ്റ് വരിക്കാൻ തയ്യാറായി തന്നെയാണ് ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ച് ഉണ്ടായത്. പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഏകദേശം ഒരു മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധം, സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പോലീസ് ഈ നേതാക്കളെ, എംപിമാരെ എല്ലാവരെയും തന്നെ പോലീസ് വാഹനങ്ങളിലാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുപോകുന്നത്. ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. വിനിതാ വിജിയും ഒപ്പം ബൽറാം നെടുങ്ങാടിയും ഈ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബൽറാം, അവർ മുദ്രാവാക്യങ്ങൾ വിളിച്ചു, അതിനൊപ്പം തന്നെ മുദ്രാവാക്യം വിളിക്കിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിനായി ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഒപ്പം തന്നെ മുന്നോട്ട് പോകട്ടെ, അദ്ദേഹം ഒപ്പം തന്നെ നിൽക്കുന്നു. പോലീസ് തടഞ്ഞാലുമൊന്നും അതിനെ തടുക്കാൻ കഴിയില്ല. ആ പ്രതിഷേധ ജ്വാല അങ്ങനെ ആളിക്കത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.